തന്നെ പറയുന്നൊരു വലിയ പടായി. എന്താ പടായി? ഇന്ന് ലോകത്ത് പ്രവാചകന്മാരുടെ ആ പാത, ആ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ നേതൃനിരയിൽ ഉണ്ടെങ്കിൽ അത് കാന്തപുരം മൊയ്ലാർ മാത്രമാണ്. അവരൊരു പുതിയ വെച്ചോടുക്കേ. ഞങ്ങൾ പറയുന്നു, കാന്തപുരം ഉസ്താദിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അത് മാത്രമാണ് അതിന്റെ പ്രശ്നം. ഇന്ന് പ്രവാചകന്മാരുടെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരേ ഒരു മനുഷ്യൻ മുസ്ലിം ലോകത്തിന്റെ നേതൃരംഗത്തുണ്ടെങ്കിൽ അത് ശൈഖുന കാന്തപുരം ഉസ്താദ് മാത്രമാണ് എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പറയുന്നു. ഉള്ളാൾ തങ്ങളുമില്ല. ആര് മാത്രം? കാന്തപുരം മുസ്ലിയാർ മാത്രം. ഉള്ളാൾ തങ്ങൾ ഉണ്ടെന്നെങ്കിലും പറഞ്ഞുകൂടിന്, മൂപ്പര് കേക്കണ്ട. എന്നാൽ ആരാണ് കാന്തപുരമെന്ന് അത് നന്നായി മനസ്സിലാക്കിയ ശിഷ്യൻ പറഞ്ഞോട്ടെ. നമ്മുടെ തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫി ഒന്ന് വിശദീകരിക്കുന്നു, ആരാണ് കാന്തപുരം? ജനങ്ങളുടെ കുപ്രചരണത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞതാണ്. ഇത് പൊളി. അതുകൊണ്ട് അപ്പൊ പൊളിഞ്ഞ് അല്ലേ? ഇപ്പത്തെ പൊളിച്ചില്ലതാ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളും വിശ്വസിച്ചു പോലെ ഇതിപ്പോ ആരെ പറയണ? നിങ്ങളുള്ള താടിയുള്ള മൗലിയന്മാരല്ലേ? നിസ്സാര അറ്റിങ്ങളൊക്കെ താടി നിറച്ച് വെയിലുണ്ടിട്ടാ ആണോ? 10-76 വയസ്സായിക്കണേ. ഇത് നീട്ടി വെക്കേണ്ടി വരുന്നൊരു ബോധം ഉണ്ടാവൂലേ? ഞാനും വിശ്വസിച്ചതാണ്. ആദ്യം കിട്ടിയാൽ എന്താ കിട്ടിക്കൂടെ? ഷാജാൻ കിട്ടിയല്ലേ? അത് വലിയ സംഭവ. അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സലൂലിനെ റിദാഉഹു മർഹൂനത്തുൻ ഇൻദൽ യഹൂദി എന്ന് വേറെ റിവായത്തുണ്ട് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ റിദാ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യഹൂദിക്ക് പണയം കൊടുത്തിരുന്നു എന്ന് റിവായത്തുണ്ട്. അങ്ങനെ റിവായത്തില്ലേ? ഹദീസിലില്ലേ? അപ്പൊ അതൊക്കെ കിട്ടിയെന്ന് വരാം. ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നത്, സത്യത്തിൽ അങ്ങനെയായിരുന്നു ഞാനും വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ എനിക്കറിയാമല്ലാന്ന്. ഞാൻ ആദ്യത്തെ പ്രസംഗമായി ഫന്നില് ഉണ്ടില്ല, ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലായിരുന്നു. കാരണം എനിക്കെന്നെ വിശ്വസിക്കാൻ ഒരു പേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ കളവ് അറിയോ? മൂപ്പരല്ല, മൂപ്പരൊപ്പം കുറെ ഉണ്ടല്ലോ. മൂപ്പര് പറയും, മൂപ്പര് ഇവിടെ പറഞ്ഞ തന്നെ ആദ്യം തന്നെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മൂപ്പരെ കേട്ട എന്താ ഓർമ്മ? വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി. ഇതല്ലാതെ എന്തെങ്കിലും ഇയാൾക്ക് പറയാണ്ടായിക്കണോ? ഏത് കാലത്തും മനുഷ്യൻ പ്രസംഗിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ, പണ്ടൊരാള് പറഞ്ഞില്ല എൻ്റെ കുട്ടി നടക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാണിതെന്ന്. ഞാനൊക്കെ ജനിക്കണിന് മുമ്പ് എന്നെ മൂപ്പര് കോഴിക്കോട്ടങ്ങാടി പറഞ്ഞതാണ് വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി. അരീക്കേട്ട പൈസ നമ്മളെടുത്തിട്ടില്ല. അവിടെ നിന്നല്ലേ ഇയാൾ നമുക്ക് പരിചയം. അയാൾ പറയും പോട്ടെ, അയാളെ വിട്ടാളി നെത്തുറുഹുവശന പോട്ടെ, അയാൾ പറയപ്പെടേണ്ട സാധനമല്ല. എന്നാലും അതിൽ കുറച്ച് അഖിലബൈത്തൊക്കെ ഇല്ലേ? വല്യാപ്പാനെ വിൽക്കണ കാണുമ്പോ മക്കൾക്കൊരു സങ്കടം ഉണ്ടാവൂലേ? അതപ്പൊ എന്റെ സംശയം. നിങ്ങളെ സംശയം എന്താ? ആ പാവപ്പെട്ട തങ്ങൾ പാപ്പായി വയസ്സാൻ കാലത്ത് എന്തിനു കുത്തിറക്കാണാവോ അതില്? അതാ പിടുത്തം കിട്ടാത്ത. എന്നിട്ട് സമ്മേളനം നടത്തുമ്പോ കുറെ പച്ച പാവം തങ്ങന്മാരെ ഇങ്ങനെ സൈഡാക്കി നിർത്തിയിട്ട് സയ്യിദ് ഫുലാനുബിന് ഫുലാനുബിന് ഫുലാൻ ഇങ്ങനെ പറഞ്ഞിട്ട് മലയാളത്തിലുള്ള പേരൊക്കെ ഒന്നാട് മാറ്റും. എന്നിട്ട് ഒരു ആധുനിക പേരൊക്കെ ഇടുമ്പോ തങ്ങന്മാർക്കും തോന്നും, ഓ തരക്കടില്ല. എത്ര പെട്ടെന്ന് തങ്ങളെ പേര് മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കി. സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ വൈസ് പ്രസിഡന്റ് ആയ കാലത്തും AP വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ആയ കാലത്തും മൂപ്പരെ പേര് എന്തേനു? കുഞ്ഞിക്കോയ തങ്ങൾ എന്നല്ലേ നമ്മൾ വിളിച്ചിട്ടുണ്ട് അല്ലേ? സംഘടന അഖിലേന്ത്യാ നേതൃത്വത്തിൽ എത്തിയപ്പം അങ്ങനെ ഉണ്ടല്ലോ, മക്കളൊക്കെ വലിയ ഡോക്ടർമാർ എഞ്ചിനീയർമാരാകുമ്പോ വാപ്പാക്ക് പാൻറ് ഇടിപ്പിച്ച കഥ. അപ്പൊ പേര് ഒറ്റ മാറ്റലാണ്. എന്താ പേര്? അബ്ദുറഹ്മാൻ അൽ ബുഖാരി, സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മൂപ്പർക്ക് ഈ പോലീസുകാർക്ക് ഹെഡ് കോൺസ്റ്റബിൾ കുറെ കഴിയുമ്പോ SI ആവൂലേ? അപ്പൊ ഒരു ദർജം കൂടി കൊടുത്തത് മോശല്ലേ? കൊടുത്തു താജുൽ ഉലമ. കാരണം ഇയാൾക്കൊരു പേര് ഇടുന്നതിന് മുമ്പ് തങ്ങൾക്കൊരു പേര് ഇട്ടില്ലെങ്കിൽ തങ്ങൾ പ്രശ്നമാക്കും. ഈ ഗെയിം ആരോടാണ് ഈ കളിയൊക്കെ? എന്തിനോടാണ് ഈ കളി? അഭ്യസ്തവിദ്യരായ മനുഷ്യന്മാരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കോലം കെട്ടാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. അതൊക്കെ വിറ്റോട്ടെ, കിട്ടണൊക്കെ വാങ്ങിക്കോട്ടെ. പിരിവല്ലാതെ വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല. കാന്തപുരസ്താദ് മാത്രമാണ് പ്രവാചകന്മാരുടെ മാതൃക പിന്തുടരുന്ന നേതൃരംഗത്തുള്ള ഏക വ്യക്തി ലോകത്തെ.
ഒന്നുകൂടെ ഇദ്ദേഹം തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഇയാളുടെ ഉസ്താദ്? ആര് കാന്തപുരം മുസ്ലിയാർ ആരാണ്? അദ്ദേഹം തന്നെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ നിറച്ച സ്വപ്നാണ്, സ്വപ്നത്തിന്റെ കാമ്പയിനാണ്. നമ്മളെ മറ്റേ ആശനെ ആദ്യം ഇയാൾ പറഞ്ഞു ഹൗസില്ല, കുത്തുബില്ല, മുറബില്ല, ഷെയ്ഖില്ല എന്നൊക്കെ നാടായ നാട് മുഴുവൻ അത് പറഞ്ഞു. പിന്നെ ഇപ്പൊ കേൾക്കുന്നതൊക്കെ മുരീദന്മാര് ഷെയ്ഖിനെ പറ്റി സ്വപ്നം കാണുകയാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ കണ്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചുരുങ്ങിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാണ്. യഥാർത്ഥത്തിൽ കണ്ടത് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന AP ആവട്ടെ കുത്തുബാണ് താനും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടതല്ല, ഞങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടതാണ്. ആയിരക്കണക്കിന് രേഖകൾ സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്, ആയിരക്കണക്കിന് രേഖകൾ ആളുകൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോ ഇതാണ് ലോകം ഇന്നത്തെ ഏറ്റവും വലിയ കള്ളൻ. നമ്മൾ പറയല്ലോ, നമ്മൾ പറഞ്ഞതല്ല. ഇവിടെ സക്കരിയ സുലൈൻ്റെ ക്ലിപ്പ്, പിന്നെ സലാസുല്ലിൻ്റെ ക്ലിപ്പ്, അതൊക്കെ ഇടുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഒന്ന് ആലോചിക്കണം നല്ലതാണ്. ഇരിക്കട്ടെ, അതിക്കൊന്നുകൂടെ വരവച്ചാളി ഇയാൾ തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ ഇതാണ് വിടുക. ഇത് മൂപ്പര് കളവോ സത്യമോ അവിടെ കട്ടെ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജീവിതത്തിൽ പറഞ്ഞ 10,000 കളവുകൾ തെളിവ് സഹിതം ഞങ്ങൾ നിർത്തിത്തരാം. എന്തേ 10,000 കളവ് നമ്മൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ സമ്മതിക്കൂ? ഇത് വിടുക. അപ്പൊ അയാൾ കളവ് പറയുന്ന ആളാണ് എന്നൊരു ധാരണ സമൂഹത്തിനുണ്ടോ? അൽ യത്തഹിമു ബിൽ കദിബി, അങ്ങനെ വെച്ചോളി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുന്ന ആളാണെന്ന് ചിലരെങ്കിലും സമൂഹത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ അയാൾ കൊണ്ടുവന്നത് എന്താണെങ്കിലും അതിന് തെളിവ് ബലപ്പെടുത്തുന്ന തെളിവ് ആവശ്യമാണ്. അതാ നിദാന ശാസ്ത്രം. അൽ യത്തഹിമു ബിൽ കദിബി. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണ്ട. നമ്മളിപ്പോ അയാൾ കളവ് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കണ്ട. അയാൾ കളവ് പറയുന്ന ആളാണെന്ന് സമൂഹത്തിന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ കാന്തപുരത്തിനെ പറ്റിയിട്ട് ഈ പ്രസംഗം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. നാടായ നാട് മുഴുവൻ ഷെയ്ഖുനാന്റെ മധു വരേണ്ട ആവശ്യമില്ലല്ലോ. ഷെയ്ഖുന പറഞ്ഞ ശരിയാന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അയാളെ പ്രതിരോധിക്കാൻ. അങ്ങനെയാണെങ്കിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്നിട്ട് പറയാണ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞു. അത് ഇന്നത്തെ പ്ലാസ്റ്റിക് പോലൊന്നും അല്ല, ഒറിജിനൽ കൊണ്ടുവന്നാൽ പോലും അയാൾ പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ സത്യസന്ധനായ ഒരു ഷാഹിദെങ്കിലും ആവശ്യമാണ്, അല്ലെങ്കിൽ മർദൂദാണ്. വല്ല സംശയം ഉണ്ടായിന്? ഇതൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ ഈ മൗലിയമാര്. 10-40 മുഷാവറ മെമ്പർമാരില്ലേ അതില്? ഐറ്റങ്ങളും ഉണ്ടാത്ത എന്താറോ പേടിച്ചിട്ടാണ് അല്ലേ? ഐറ്റങ്ങൾ മുണ്ടണില്ല, ചില ആൾക്കാർ മുണ്ടണില്ല. നമ്മളെ മറ്റേ കവി പറഞ്ഞില്ലേ, മന്നനോ മന്നൻ മതിമറന്നു തൂങ്ങി, മങ്കയോ മങ്ക പൊരുളറിഞ്ഞു തൂങ്ങി, എടാ എരപ്പാളി നീ എന്തിനു തൂങ്ങി. AP ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി തൂങ്ങി, അനന്തരാവകാശം കിട്ടുമെന്ന് കരുതി ഹക്കീമും തൂങ്ങി. ഈ പാവം പേരോട് എന്തിനാ തൂങ്ങിയത്? എന്താ പുടുത്തം കിട്ടാത്ത? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇയാൾ എന്തിനാ തൂങ്ങിയത്? ഉസ്താദും തൂങ്ങി, മോനും തൂങ്ങി. ഇത് നല്ലൊരു പരിപാടി വെച്ച് മൂട്ടിൽ മൂപ്പരും തൂങ്ങി. പാവം. എന്നിട്ട് ഇയാൾ ഇങ്ങനെ എരപ്പാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. കണ്ടിടണോ? കുറച്ചൊക്കെ നോണ അറിയാണെങ്കിലും നോണ പറയാൻ ചിന്തിച്ചിട്ടേ പറയുള്ളൂ. ഇത് ഇയാൾക്ക് ഇത് എന്താ പറയേണ്ടി അറിയില്ല. ഞാനിന്ന് കുറെ കാസറ്റൊക്കെ കേട്ടി. അപ്പുറത്ത് മൂപ്പർ പറയുന്ന സനതുണ്ട്, ഇപ്പുറത്ത് പറയുമ്പോൾ മൂപ്പർ തിരുത്തി, വേറൊരുത്തർ മൂപ്പർ ചൂടാകുക. ഇതൊന്നും ഇരുന്ന് പഠിച്ചിട്ട് പറഞ്ഞാൽ പോരെ? കാളെ പെറ്റെന്ന് കേൾക്കുമ്പോൾ ഒരു ലോഡ് കയറ് വാങ്ങണോ? കാളെ പേറോ നോക്കണ്ടേ? എന്റെ കുട്ടികൾ ഒരു കാര്യം ഉറപ്പാട്ടോ, ഖിയാമത്ത് വരെ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അഹറിന്റെ കഷ്ണം പിടിക്കാനുള്ള വിശുദ്ധി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കില്ല. അതങ്ങനെ സംഭവിക്കുകയുമില്ല, ഒരു സംശയമില്ല. എന്താ നിങ്ങൾ പറയണത്? അബൂജഹൽ കാബത്തിങ്കിൽ ഇമാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആണ് പറഞ്ഞുവിടല. പറഞ്ഞില്ല, ആണ് വിശ്വസിക്കല. ഇയാളങ്ങനെ വിടാൻ പറ്റൂല, ഉറപ്പല്ലേ? ഇത് നിസ്സാരല്ല, സനതല്ല, എത്ര പണിയുണ്ടോ. അപ്പൊ ഇത് പറയുമ്പോ തന്നെ, ഈ കളി കാണുമ്പോ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇത് സംഭവം വയന്നുകണെന്ന്. വയന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു വയലിച്ചയിൽ AP ഗ്രൂപ്പ് പെട്ടിട്ടുണ്ടാവില്ല. ലാഭം കിട്ടും തോന്നിയപ്പോ മൂപ്പര് വരുംവരായിക ചിന്തിക്കാതെ ഒപ്പിട്ടതാണോ എന്ന് സംശയമുണ്ട് ഈ കച്ചവടത്തില്. കാരണം നിങ്ങളെന്താ പറയണ്ടത്? 3000 രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് 1 ലക്ഷത്തിന് വിൽക്കണതേ. എന്താ ലാഭം? ഇതാണ്
ലോക നേതാവ്, പ്രവാചകന്മാരുടെ പാരമ്പര്യം അല്ലേ. അപ്പം അജ്ജാതി ബഡായൊക്കെ വിടുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ എൻ്റെ അനുഭവമുള്ള കുറേ ആൾ